ഹലോ. ഫോൺ കോളിലൂടെ സെയിൽ ക്ലോസ് ചെയ്ത് എങ്ങനെ നല്ല വരുമാനം നമ്മുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പല ബിസിനസ്സുകളും ലീഡ്സിനെ ഫോൺ ചെയ്ത് സെയിൽ ക്ലോസ് ചെയ്യുന്ന അത്തരം വിഭാഗം ബിസിനസ്സുകൾ ഒരുപാടുണ്ട്. B2B ആയിരിക്കും അധികം. ഇത്തരം ബിസിനസ്സുകൾ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഫോൺ കോളിലൂടെ ക്ലോസ് ചെയ്യണമെന്നുള്ളത് പലർക്കും അറിയില്ല, പ്രത്യേകിച്ച് ബിസിനസ്സിലേക്ക് ജസ്റ്റ് എൻ്റർ ആയിട്ടുള്ളവർ. അപ്പോൾ ഇന്ന് അതാണ് പറയാൻ പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എനിക്കിതിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിത് മുമ്പുള്ള വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളൊരു സംഗതിയാണ്. റൈറ്റ് ഓഡിയൻസിൻ്റെ അടുത്തായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്, റൈറ്റ് ലീഡിൻ്റെ അടുത്തായിരിക്കണം നമ്മൾ സംസാരിക്കേണ്ടത്. അല്ലെങ്കിൽ എത്ര കഴിവുള്ള സെയിൽസിലെ ആളാണെങ്കിലും അത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കറക്റ്റ് ടാർഗറ്റ് മാർക്കറ്റിനോടായിരിക്കണം നിങ്ങൾ സംസാരിക്കേണ്ടത്. അതിനാദ്യം വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടാർഗറ്റ് മാർക്കറ്റ് ഉണ്ടാവണമെന്നുള്ളതാണ്. എല്ലാവർക്കും വിൽക്കാൻ നോക്കരുത്. അപ്പോൾ പരസ്യം കൊടുത്തൊരു പ്രത്യേക വിഭാഗം ആളുകളെ മാത്രം നിങ്ങൾ കൊണ്ടുവരിക, അവരുടെ പ്രോബ്ലം മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഫോണിലൂടെ സംസാരിക്കുക. ഒന്നാമതായിട്ട് ചെയ്യേണ്ടതാണ്. നമുക്കൊരു ഉദാഹരണം പിടിച്ചു പോകും. അപ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യുന്നത് CCTV ആണെന്ന് വിചാരിക്കുക. CCTV ക്യാമറ അതേപോലെയുള്ള സർവീസുകളൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് ചിലപ്പോൾ പ്രായമായ പേരൻസ് ഉള്ള വീടുകളായിരിക്കും. ചിലപ്പോൾ മക്കൾ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടായിരിക്കാം. പക്ഷെ പ്രായമായതുകൊണ്ട് അവർക്കൊരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ ക്യാമറ വെക്കുന്ന ഒരുപാട് വീടുകളുണ്ട്. അപ്പോൾ അവരെയാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ പ്രായമായിട്ടുള്ള പേരൻസ് ഉള്ള ഹൗസ് ഹോൾഡ്, ഇതാണ് നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ്. അപ്പോൾ അവർ ഡിസിഷൻ എടുക്കുന്നത് അധിക സമയവും ചിലപ്പോൾ മക്കളായിരിക്കും. അപ്പോൾ ഇവർ കറക്റ്റ് ഓഡിയൻസിനെ കൊണ്ടുവരാമെന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അതിന് നിങ്ങൾ ആദ്യം ഒരു ടാർഗറ്റ് മാർക്കറ്റ് സെറ്റ് ചെയ്യണം, അവരെ മാത്രം ക്ഷണിച്ചുകൊണ്ട് വരാം. ഇത് ഒന്നാമത്തെ പരിപാടി. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഫോൺ ചെയ്യാൻ നേരത്ത് ഇൻട്രൊഡക്ഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ ഫോൺ ചെയ്തിട്ട് നിങ്ങൾക്കൊക്കെ ഒരുപാട് കോൾസ് വന്നിട്ടുണ്ടാകും പല സ്ഥാപനങ്ങളുടെ. അവരുടെ പേര് ആദ്യം പറയും, എന്നിട്ട് ഗ്രീറ്റിങ്സ്, ഒരു ഗുഡ് മോർണിംഗോ ഗുഡ് ആഫ്റ്റർനൂണോ, ആ ഗ്രീറ്റിങ്സൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സിഗ്നൽ കിട്ടി തുടങ്ങും, എന്തോ വിൽക്കാനുള്ള പരിപാടിയാണ്, നമ്മുടെ കാശ് പോണ പരിപാടിയാണെന്നുള്ളത് അപ്പം തന്നെ കിട്ടും. കുറേ കസ്റ്റമേഴ്സ് അങ്ങനെ കട്ട് ചെയ്യും. ആദ്യം സ്ഥാപനത്തിൻ്റെ പേര്, ആളുടെ പേര്, ഗ്രീറ്റിങ്സ്, പിന്നെ നിങ്ങളുടെ സർവീസും കഥകളും ഒന്നും കേട്ടിരിക്കാൻ ഇവിടെ ആർക്കും സമയമില്ല. നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റി നിങ്ങളുടെ കസ്റ്റമർ വലിയ കെയർ ഒന്നും ചെയ്യണില്ല. അവർ കെയർ ചെയ്യുന്ന ഒരേ ഒരു കാര്യമുള്ളൂ, അവരുടെ പ്രോബ്ലത്തിനെ പറ്റിയിട്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു 3 സെക്കൻഡ് 4 സെക്കൻഡിൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ പ്രോബ്ലം മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ പേര് പറയുക, ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്, ഞങ്ങൾ പ്രായമായിട്ടുള്ള പേരൻസൊക്കെ ഉള്ളവർക്ക് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി CCTV ക്യാമറ സർവീസൊക്കെ ചെയ്തു കൊടുക്കുന്നവരാണ്. ഇതാണ് പറയേണ്ടത്. അവിടെ പ്രോബ്ലമാണ് നമ്മൾ മെൻഷൻ ചെയ്തത്. പ്രായമായ പേരൻസ് ഉള്ളവർക്ക് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. ഇതാണ് കസ്റ്റമർ കൺസേൺ ചെയ്യണുള്ളൂ. അതല്ലാതെ നിങ്ങളുടെ ക്യാമറയുടെ ഫീച്ചറുകൾ കാര്യങ്ങളൊന്നും പറയേണ്ട സമയമല്ല അത്, സ്ഥലമല്ല അത്. അതിനെപ്പറ്റി അധിക പേരും കെയർ ചെയ്യണില്ല. അപ്പോൾ ഈ പ്രോബ്ലം ആദ്യത്തെ ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ ഈ പ്രോബ്ലം അവരുടെ ചെവിയിൽ കേട്ട് കഴിഞ്ഞാൽ ബാക്കി കേൾക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനം കസ്റ്റമർക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഞാനിത് പല രീതിയിൽ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. നമ്മളുടെ ഇൻട്രൊഡക്ഷൻ്റെ കേസിൽ ഞാൻ പലതും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ അധിക സമയവും കോൾ കട്ട് ചെയ്യും അവർ. ശരിക്കും അത് റൈറ്റ് ആൾക്കാരോടായിരിക്കും നമ്മൾ സംസാരിക്കണം, പക്ഷേ അവർക്കത് കേട്ടിരിക്കാനുള്ള സമയമില്ല. പ്രോബ്ലം എപ്പോഴൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ അവിടെയൊക്കെ ആളുകൾ കേട്ടിരുന്നാലാണല്ലോ അത് ഇൻട്രസ്റ്റഡ് ലീഡ് ആവുകയും പിന്നീട് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ ആദ്യം ഒരു 10 സെക്കൻഡിന് മുമ്പ് തന്നെ എന്താണോ പ്രോബ്ലം, ആ പ്രോബ്ലം അവിടെ മെൻഷൻ ചെയ്തിരിക്കണം. നിങ്ങളുടെ കഥകളും ലിസ്റ്റും ഫീച്ചറുകളും, ചിലപ്പോൾ സെക്യൂരിറ്റി ക്യാമറയുടെ ചിലപ്പോൾ വാട്ടർ പ്രൂഫോ അങ്ങനെ എന്തെങ്കിലും പുറത്തൊക്കെ വെക്കാൻ പറ്റുന്ന, വെള്ളം കയറാത്ത, ഈ കഥയൊന്നും പറയേണ്ട സംഗതിയില്ല. അതിനെപ്പറ്റിയൊന്നും അവർ കെയർ തന്നെ ചെയ്യണില്ല. അപ്പോൾ ആ പ്രോബ്ലം ആദ്യം മെൻഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഇൻട്രൊഡക്ഷൻ ടൈമിൽ പ്രോബ്ലം മെൻഷൻ ചെയ്യുക. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യില്ല. ഞാൻ കുറച്ച് തിരക്കിലാണ്, ഞാൻ പിന്നീട് വിളിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ മതി, ഞാൻ കുറച്ച് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, പല കാര്യങ്ങൾ പറയും. അവരെ റിയലി ഫേസ് ചെയ്യണ ഒരു സംഗതിയാണെങ്കിൽ വാഹനം ഓടിക്കുന്ന ആളുകൾ സൈഡിലോട്ട് ഒതുക്കിയിട്ടാണെങ്കിലും നിങ്ങളുടെ അടുത്ത് സംസാരിച്ചോളൂ. അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രോബ്ലം മെൻഷൻ ചെയ്യുക എന്നുള്ളത്. അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന റിയൽ പ്രോബ്ലം, നിങ്ങളുടെ ക്യാമറയുടെ ഫീച്ചറും കാര്യങ്ങളൊന്നുമല്ല, പ്രായമായ പേരൻസ് ഉള്ളവർക്ക് അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, അതാണ് പ്രോബ്ലം. ഞങ്ങൾ ക്യാമറ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതായിരിക്കണം നിങ്ങളുടെ ആ ക്യാമറ സെറ്റ് ചെയ്ത് കൊടുക്കൽ ലാസ്റ്റാണ് വരേണ്ടത്. പ്രോബ്ലം ആദ്യം തന്നെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇതാണ് ആദ്യത്തെ 2 കാര്യങ്ങൾ. ഒന്ന്, കറക്റ്റ് ആളുകളോടായിരിക്കണം സംസാരിക്കുന്നത്, അതൊന്നാമത്തെ അത് ചെക്ക് ചെയ്യുക. രണ്ടാമത്തത്,
പ്രോബ്ലം മെൻഷൻ ചെയ്തിരിക്കണം. ആദ്യ 10 സെക്കൻഡിനുള്ളിൽ തന്നെ ഫോൺ കോളിൽ പ്രോബ്ലം മെൻഷൻ ചെയ്തിരിക്കണം. ഇനി മൂന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചു വെച്ചേക്കണ ആ കഥ എങ്ങനെയെങ്കിലും പറഞ്ഞു കൊടുത്ത് ഫോൺ കട്ട് ചെയ്യലല്ല വേണ്ടത്. ചിലവരങ്ങനെയാണ്, അവരുടെ കഥ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്, ഒരു 5 മിനിറ്റ് പാട്ട് പോലെ. അതിന് പകരമായിട്ട് ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്ററാക്ഷൻസ് വരണം. നമ്മൾ ചോദിക്കണം, നമ്മൾ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. അവരവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ഇവിടെ നിന്ന് പറയാൻ നേരത്ത് അവരപ്പുറം തലക്കേന്ന് ഇങ്ങനെ മൂളണുണ്ടാവും. നിങ്ങൾ വിചാരിക്കും അവർ ഇൻട്രസ്റ്റഡ് ആണ്. അവർ ഇൻട്രസ്റ്റഡ് ഒന്നുമല്ല. അവർ ഇൻട്രസ്റ്റഡ് ആവണമെങ്കിൽ അവരെ സംസാരിക്കാനായിട്ട് വിടണം. ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് വരണം. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുക. അതായത് ഒരു എസ് നോയിൽ ഒതുക്കണ ചോദ്യങ്ങളല്ല, കുറച്ച് വിശദീകരിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ ചോദിക്കുക. ഇപ്പോൾ CCTVയുടെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കുക, പേരൻസ് എന്ത് പ്രായം അവർക്കുണ്ട്, അതേപോലെ അവർ നടക്കാൻ സാധിക്കുന്നവരാണോ, നിങ്ങളുടെ പ്രദേശമൊക്കെ മൊത്തത്തിൽ എങ്ങനെയാണ്, കള്ളന്മാരുടെ ശല്യം അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻ്ററാക്ഷൻ ആയിരിക്കണം അവിടെ നടക്കേണ്ടത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പുറം തലയ്ക്കുന്ന ഒരു ഗൈഡിനെ പോലെ നമുക്ക് ആക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വിൽക്കാൻ വരുന്ന ഒരാളിലുപരി ഒരു ഗൈഡിനെ പോലെ, അവരെ ഹെൽപ്പ് ചെയ്യുന്നൊരു ഗൈഡിനെ പോലെ. ചിലപ്പോൾ അവരെ സംസാരിക്കാൻ വിടാൻ നേരത്ത് റിയൽ പ്രോബ്ലം എന്താണെന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വിചാരിച്ച് വെച്ചേക്കണ പ്രോബ്ലം ഒന്നും ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ അവരിങ്ങോട്ട് സംസാരിക്കാൻ നേരത്ത് നിങ്ങൾക്ക് മനസ്സിലാവും, യഥാർത്ഥത്തിൽ ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല, ഇന്ന വിഭാഗം ആളുകളോട് സംസാരിക്കുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ ആവുന്നത് എന്ന് നിങ്ങൾക്ക് അവിടുന്ന് റിയൽ ഡാറ്റ കിട്ടും. റിയൽ ഡാറ്റ നമുക്ക് കിട്ടണമെങ്കിൽ അവരെ സംസാരിക്കാൻ വിടണം. ആരോടാണോ നിങ്ങൾ സംസാരിക്കുന്നത് അവരെ കുറച്ച് നേരം സംസാരിക്കാൻ വിടണം. ഇൻ്ററാക്ഷൻസ് അവിടെ എപ്പോഴും വരണം. ഇനി പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്, നമ്മുടെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം പറയാൻ നേരത്ത് അത് ഇത്ര ഇത് അത്ര ഇതെന്നൊക്കെ ഓരോ ടെക് ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറയുമല്ലോ, നമ്മളുടെ പ്രൊഡക്റ്റ് സർവീസ് എന്തോ ആയിക്കോട്ടെ, അതിനെ ബേസ്ഡ് ആയിട്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ആ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാവുന്നത്. അപ്പുറം തലക്ക് നിൽക്കുന്ന ആൾ ഇതിൽ റിസർച്ച് നടത്തി 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ചോദ്യമുള്ളൂ, അതുകൊണ്ട് എനിക്ക് എന്താ ഉപയോഗമുള്ളത്. ഈ ചോദ്യം എല്ലാവരും ചോദിച്ചോളണമെന്നില്ല, പക്ഷേ ആ കസ്റ്റമർ അങ്ങനെ ചോദിക്കുന്നു എന്ന്, ആ ലീഡ് അങ്ങനെ ചോദിക്കുന്നു എന്ന് നിങ്ങൾ സങ്കല്പിക്കണം. ഏത് ഫീച്ചർ പറഞ്ഞാലും അതുകൊണ്ട് സാറിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാക്കി നിങ്ങൾ പൂരിപ്പിക്കണം. കാരണം നിങ്ങൾ ഇമാജിൻ ചെയ്യണം, കസ്റ്റമർ അങ്ങനെ ചോദിക്കുക എന്ന് ഇമാജിൻ ചെയ്യണം. അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം, കസ്റ്റമർ ചോദിക്കുകയാണ്, അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം. അപ്പോൾ അത് ബാക്കി നിങ്ങൾ പൂരിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. നിങ്ങൾ അത്ര ഈ സ്പെക്ക് എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് മനസ്സിലാവില്ല. നിങ്ങൾക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ആ ഫീൽഡിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഡൊമൈൻ നോളജ് വെറുതെ ഇങ്ങനെ അതിൻ്റെ ഫീച്ചറുകൾ കാര്യങ്ങൾ ചുമ്മാ ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ പാട്ട് പോലെ പാടിയിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം എന്ന് കസ്റ്റമർ ചോദിക്കുന്ന പോലെ സങ്കല്പിച്ചിട്ട് നമ്മളതിൻ്റെ ഫീച്ചറുകൾ കാര്യങ്ങൾ പറയണം. IP ഇത്ര എന്ന് പറയാൻ നേരത്തെ അതെന്തുകൊണ്ട് അതിലിത്ര വെള്ളം കയറില്ല, മഴ പെയ്യണോടത്ത് വരെ വെക്കാം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യണം. ബെനിഫിറ്റുകൾ കസ്റ്റമറുടെ ഭാഗത്ത് നിന്നിട്ട് നിങ്ങൾ സംസാരിക്കണം. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ കൂടുതലായിട്ട് കേട്ടിരിക്കും. ഇതാണ് ഫീച്ചർ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും ഒരു ചോദ്യം കസ്റ്റമർ ചോദിക്കുന്നു എന്ന് ഇമാജിൻ ചെയ്താൽ മതി, അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം. ഇനി അടുത്തതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത്. ഈ ഭാഗത്താണ് അധികം ആളുകളും കൊളാക്കുന്നത്. ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യില്ല. ആദ്യത്തെ ഒരു കാര്യം മനസ്സിലാക്കുക, 80% സെയിലും നടക്കുന്നത് ആദ്യ 5 കോണ്ടാക്റ്റുകൾക്ക് ശേഷമാണ്. 80% സെയിൽ നടക്കുന്നത് 5 കോണ്ടാക്റ്റുകൾക്ക് ശേഷമായിരിക്കാം. അത് 2 ഫോൺ കോള്, 2 വാട്സപ്പ്, അതെങ്ങനെയും ആവാം, ഏത് രീതിയിലും ആവാം. ഒരു 5 കോണ്ടാക്റ്റിന് ശേഷമായിരിക്കും 80% സെയിലുകളും നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു തവണ തന്നെ കോണ്ടാക്റ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന സെയിൽ നഷ്ടമായി എന്നാണ് അർത്ഥം. യഥാർത്ഥ മണി ഇരിക്കുന്നത്, കാശിരിക്കുന്നത് ഇനീഷ്യൽ കോളിലല്ല, മറിച്ച് ഫോളോ അപ്പിലാണ്. നിങ്ങളെടുത്ത് നോക്കിയോ, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാലോ. ഇനീഷ്യൽ കോളിൽ എത്ര 100 കോളുകൾ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു സെയിൽ ചിലപ്പോൾ നടന്നേക്കാം, ഡിപ്പെൻഡിങ് ഓൺ ആ ഇൻഡസ്ട്രി. വില കൂടുതലാണോ കുറവാണോ എന്നുള്ള രീതിയിൽ. അതായത് ലോ ടിക്കറ്റ് പ്രൊഡക്റ്റ് ആണോ ഹൈ ടിക്കറ്റ് പ്രൊഡക്റ്റ് ആണോ നിങ്ങൾ സെല് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ലോ ടിക്കറ്റ് ആണെങ്കിൽ കൂടുതൽ സെയിൽ ചിലപ്പോൾ നടന്നേക്കാം ഇനീഷ്യൽ കോൺടാക്റ്റിൽ തന്നെ. പക്ഷേ കുറച്ച് വില കൂടിയ ഐറ്റംസ് ഒന്നും തന്നെ ഇനീഷ്യൽ കോൺടാക്റ്റിൽ സെയിൽ നടക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ 80% സെയിലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത് ആദ്യ 5 കോൺടാക്റ്റോട് കൂടിയാണ്. ആ ഒരു ടൈമിലാണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിക്ക് മുമ്പേ തന്നെ നിങ്ങൾ അവരെ ഉപേക്ഷിച്ച് പുതിയ ആളുടെ പുറകെ ഓടാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നടക്കില്ല. ഇത് ഞാൻ മറ്റു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഫോളോ അപ്പ് കൃത്യമായിട്ട് തന്നെ ചെയ്യണം. നർച്ചറിങ്, പാകപ്പെടുത്തിയെടുക്കുക എന്ന് പറയും. അവരെ പാകപ്പെടുത്തിയെടുക്കുക. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളുടെ അടുത്തുനിന്ന്
ആ പ്രൊഡക്റ്റ് വാങ്ങാൻ, നിങ്ങളുടെ അടുത്ത് നിന്ന് ആ സർവീസ് പിക്ക് ചെയ്യാനായിട്ട് അവരെ പാകപ്പെടുത്തിയെടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്. റിയൽ മണി ഇരിക്കുന്നത്, നമുക്ക് കിട്ടേണ്ട ലാഭത്തിൻ്റെ വലിയൊരു ചങ്ക്, ഒരു 80% ഇരിക്കുന്നത് ഫോളോ അപ്പിലാണ്, ഇനീഷ്യൽ കോളിലല്ല. അപ്പോൾ ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഫോളോ അപ്പ് എന്ന് പറയാൻ നേരത്ത് കുറേ ആളുകൾ പറയണം ഗ്രീറ്റിങ്സ് അയയ്ക്കുക, ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ചിലവർ പഠിപ്പിക്കുന്നുണ്ട്. അത് വിഡ്ഢിത്തരാണ്. അത് ചെയ്തുകൊണ്ട് ഒരു ഗുണവും കസ്റ്റമർക്കില്ല. നിങ്ങളുടെ ഒരു ഗുഡ് മോർണിംഗ് കിട്ടിയോണ്ട് യാതൊരു ഗുണവും കസ്റ്റമർക്കില്ല. ഞാൻ നേരത്തെ ചോദിച്ച പോലെ തന്നെ നിങ്ങൾ സങ്കല്പിക്കണം, കസ്റ്റമർ എപ്പോഴൊക്കെ എന്തൊക്കെ നമ്മൾ പറയണ്ടോ, കസ്റ്റമർ അങ്ങേ തലക്കേന്ന് ചോദിക്കുന്ന പോലെ സങ്കല്പിക്കണം. അതുകൊണ്ട് കസ്റ്റമറായ എനിക്ക് എന്ത് ഗുണം? ഒരു ഗുഡ് മോർണിംഗ് അയച്ചു, അവർ റിപ്ലൈ പോലും ചിലപ്പോൾ ചെയ്യില്ല, നിങ്ങളൊരു ശല്യമായിട്ട് ചിലപ്പോൾ കാണും. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യൂ പ്രൊവൈഡ് ചെയ്തുകൊണ്ടായിരിക്കണം ഫോളോ അപ്പ് ചെയ്യേണ്ടത്. CCTVയുടെ കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വാല്യൂ പ്രൊവൈഡ് ചെയ്യാം. മുമ്പ് പ്രായമായിട്ടുള്ള CCTVയുടെ തന്നെ ഉദാഹരണം പിടിച്ചു പോകാം. പ്രായമായിട്ടുള്ള പേരൻസ് ഉള്ള സ്ഥലത്ത് നിങ്ങൾ CCTV വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് നടന്നതിൻ്റെ റെക്കോർഡിങ്സ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ പുതിയ ആൾക്ക് ഇപ്പം നിലവിൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പൊട്ടൻഷ്യൽ ലീഡിന് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് വാല്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. സാറേ ഞങ്ങളുടെ മുമ്പ് വെച്ചൊരു സർവീസാണ്, ഞങ്ങളുടെ ക്യാമറ വെച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ 2 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഇൻസിഡൻറ്റ് നടന്നേർന്നു. ഈ ക്യാമറ ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ഒരു ഇതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, കള്ളം കയറിയതോ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോളോ അപ്പിൻ്റെ ഭാഗമായിട്ട് അയച്ചു കൊടുക്കുക. ഇപ്പോൾ അവിടെ കസ്റ്റമർക്ക് ഒരു വാല്യൂ കിട്ടി. ഇപ്പോൾ കുറച്ചും കൂടി എളുപ്പമായി കസ്റ്റമർ ഡിസിഷൻ മേക്ക് ചെയ്യാൻ, ഈ സാധനം വാങ്ങണോ വേണ്ടേ എന്നുള്ള ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്ഫുള്ളായി. എന്ത് കൊടുത്തപ്പോൾ? വാല്യൂ കൊടുത്തപ്പോൾ. ഗുഡ് മോർണിംഗ് കൊടുത്തപ്പോഴല്ല, വാല്യൂ കൊടുത്തപ്പോൾ കസ്റ്റമർക്ക് കുറച്ചും കൂടി ഡിസിഷൻ മേക്കിങ് കുറേ കൂടി ഹെൽപ്ഫുള്ളായി. അപ്പോൾ നിങ്ങൾ ആ വാല്യൂ പ്രൊവൈഡ് ചെയ്യുക. ഇങ്ങനെയായിരിക്കണം ഫോളോ അപ്പ് ചെയ്യേണ്ടത്. പലരും വെറുതെ ഗുഡ് മോർണിംഗ് അയക്കുക, ഗുഡ് ആഫ്റ്റർനൂൺ അയക്കുക, അങ്ങനെ ചുമ്മാ അയച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് 5 ഗുഡ് മോർണിംഗ് കഴിഞ്ഞല്ലോ, എന്നിട്ട് എന്തേ സെയിൽ നടക്കാത്തതെന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഗുഡ് മോർണിംഗ് ഫോളോ അപ്പ് ആയിട്ട് കൂട്ടൂല, വാല്യൂ പ്രൊവൈഡ് ചെയ്തത് മാത്രമാണ് നമ്മൾ ഫോളോ അപ്പ് ആയിട്ട് കൂട്ടുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. മണി ഇരിക്കുന്നത് ഫോളോ അപ്പിലാണ്. 80% സെയിലും നടക്കുന്നത് ആദ്യത്തെ 5 കോണ്ടാക്റ്റിൻ്റെ ആ ഒരു ടൈമിൽ, 4, 5, 6 എന്നുള്ള ആ ഒരു ഏരിയയിലാണ്, ആ ഒരു പോയിന്റുകളിലായിരിക്കും, പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലായിരിക്കും നമ്മുടെ സെയിൽ നടക്കാൻ സാധ്യതയുള്ളത്. ഇനീഷ്യൽ കോണ്ടാക്റ്റിൽ അധിക സമയവും സെയിൽ നടക്കില്ല. അധിക ആളുകളും ആദ്യത്തെ 2 എണ്ണത്തോടുകൂടി ക്വിറ്റ് ചെയ്യും. അത് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് നോക്കാം. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എനിക്ക് ഗ്യാരണ്ടി തരാനായിട്ട് സാധിക്കും, 99% ആളുകളും ചെയ്യാത്തൊരു സംഗതിയാണ്. നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ് 99% ഇത് ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. നിങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങൾ ഇതേപോലെ കോളൊക്കെ ചെയ്ത് ക്ലോസ് ചെയ്ത് പ്രീവിയസ് കസ്റ്റമേഴ്സിനെ ഒന്ന് കോൾ ചെയ്യുക. എന്നിട്ട് അവരുടെ അടുത്ത് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്തുനിന്ന് നിങ്ങളിത് വാങ്ങിയത്? ഈ സാധനം CCTV എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ സിറ്റിയിലും കൂടിയല്ല, കുറച്ച് മാറിയിട്ടുള്ള ആളുകളാണ്, അപ്പുറം സിറ്റിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തൊക്കെ ഉള്ള. ഞങ്ങളുടെ അടുത്തുനിന്ന് പിക്ക് ചെയ്യാൻ എന്താണ് റീസൺ എന്ന് കസ്റ്റമറോട് തന്നെ ചോദിക്കുക. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിരിക്കുന്നൊരു റീസൺ ഉണ്ടായിരിക്കും. നിങ്ങളുടെ വാട്ടർ പ്രൂഫ് ആയതുകൊണ്ടാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ടാണ്, IP ഇത്ര റേറ്റിംഗ് ഉള്ളത് കൊണ്ടാണ്, അത് ഞങ്ങൾ മാത്രം ചിലവർ പറയണ ഞങ്ങൾ മാത്രമാണ് അത് പ്രൊവൈഡ് ചെയ്യണുള്ളൂ, അതുകൊണ്ടായിരിക്കാം സെയിൽ ഉണ്ടായത് എന്ന് നിങ്ങൾ ചിലപ്പോൾ ഊഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ കസ്റ്റമറോട് ചോദിച്ചാലാണ് അത് നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റീസൺ ആയിരിക്കും അവർ പറയുക. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിച്ചതെന്ന് വളരെ നാച്ചുറലായിട്ട് ചോദിക്കുക. ആദ്യം കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ പതുക്കെ എന്തുകൊണ്ടാണ് ഞങ്ങളെ പിക്ക് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിക്കുക. ഇതിന് ഒരു എന്തുകൊണ്ടാണെന്ന് ചോദിക്കണത് കൊണ്ട് നമുക്ക് ഗുണമുണ്ട്, അത് ഞാൻ വിശദീകരിക്കുക എന്താണെന്നുള്ളത്. അങ്ങനെ ചോദിക്കാൻ ചേട്ടത് ചിലപ്പോൾ അവർ അപ്പുറം തലയ്ക്കെന്ന് പറയും, നിങ്ങൾ മാത്രമാണ് 4 തവണ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ. കാര്യം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, വീട്ടിൽ അങ്ങനെ ഒരു എണ്ണം വെച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷേ അതൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നിങ്ങൾ 3, 4 തവണയും പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോൺടാക്ട് ചെയ്തുകൊണ്ട് എന്തായാലും എനിക്കത് വാങ്ങണം, അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങാമെന്നുള്ള തീരുമാനം എടുത്തു. ഇതാണ് റിയൽ റീസൺ. നിങ്ങൾ വിചാരിച്ച നിങ്ങളുടെ ഫീച്ചർ കൊണ്ട് വാങ്ങിച്ചതാണ്, അതല്ല റീസൺ. നിങ്ങൾ 4 തവണ ഫോളോ അപ്പ് ചെയ്തു, അവരെ പുറകെ 2, 3 തവണ നിങ്ങൾ കോൺടാക്ട്, നിങ്ങൾ മാത്രമേ അങ്ങനെ ചെയ്തോളൂ, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചതെന്നായിരിക്കാം അവർ റീസൺ അപ്പുറം തലയ്ക്കെന്ന് പറയാം. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് റീസൺ ആയിരിക്കാം. എന്നിട്ട് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് എന്ത് റീസൺ കൊണ്ടാണ് വാങ്ങിയത് എന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക. എന്നിട്ട് പുതിയ ലീഡ്സിനെ കോൾ ചെയ്യാൻ നേരത്തെ അവരുടെ അടുത്ത് പറയാം,
ഞങ്ങളുടെ അധിക കസ്റ്റമേഴ്സും ഞങ്ങളുടെ പ്രൊഡക്റ്റ് പിക്ക് ചെയ്യാനുള്ള കാരണം ഇന്നതാണ്. ഏതാണ് ആ കാരണം? നമ്മൾ മുമ്പ് പ്രീവിയസ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത ഡാറ്റ ആയിരിക്കണം അവിടെ പൂരിപ്പിച്ച് പറയേണ്ടത്. ഞങ്ങളുടെ സർവീസ് അധിക കസ്റ്റമേഴ്സും പ്രിഫർ ചെയ്യാനുള്ള റീസൺ ഇന്നതാണ്. അത് പറയാൻ നേരത്തെ അവരുടെ ബ്രെയിനിലും അത് സ്ട്രൈക്ക് ചെയ്യും. അപ്പോൾ എഗെയിൻ ഡിസിഷൻ മേക്കിങ്ങിന് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിട്ട് മാറും. ഇത് അധിക പേരും ചെയ്യണില്ല. ഇതുപോലെയാണ് നമ്മൾ ഫോൺ കോളിലൂടെ കാര്യങ്ങൾ മൂവ് ചെയ്യേണ്ടത്. ഈ ഫോൺ ചെയ്ത് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഞാൻ തന്നെ പല വീഡിയോയും ഇട്ടിട്ടുണ്ട്. ഔട്ട് ബോൺ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. ഇൻബോൺ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാലത്ത് കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും പ്രശ്നമല്ല, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ലീഡ്സിനെ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ വലിയ ഓപ്പർച്യൂണിറ്റി ഇന്നും ഫോൺ കോളിലൂടെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആൾക്കാരോടാണ് നിങ്ങൾ സംസാരിക്കണമെന്നുള്ളത് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങളുടെയും ടൈം വേസ്റ്റാണ്, അവരുടെയും ടൈം വേസ്റ്റാണ്. വെറുതെ പരസ്യത്തിൻ്റെ കാശും പോവും, വെറുതെ ടൈം വേസ്റ്റാണത്. അതിൻ്റെ വീഡിയോസ് ഹൂ ഇസ് ഇറ്റ് ഫോർ എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ആ വീഡിയോ പോയി കാണാം. ടാർഗറ്റ് മാർക്കറ്റ് സെറ്റ് ചെയ്യണതിൻ്റെ റീസണൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ഓഡിയൻസിനോട് ആദ്യം സംസാരിക്കുക. രണ്ടാമതായിട്ട് ഇൻട്രൊഡക്ഷനിൽ തന്നെ പ്രോബ്ലം മെൻഷൻ ചെയ്തിരിക്കണം. പ്രായമായ പേരൻസിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. പിന്നെ ബാക്കി നിങ്ങളുടെ എന്തെന്നാണോ ക്യാമറയുടെ കഥകളൊക്കെ പിന്നീട് പറയാം. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഫീച്ചർ പറയുമ്പോഴും അപ്പുറ തലയ്ക്കുന്ന കസ്റ്റമർ ചോദിക്കുന്നതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യണം. അതുകൊണ്ട് എനിക്കെന്താണ് ഗുണം, കസ്റ്റമറായിട്ടുള്ള എനിക്കെന്ത് ഗുണം. അവരങ്ങനെ ചോദിക്കില്ല, പക്ഷെ അവരുടെ ആ സബ് കോൺഷ്യസിൽ അത് കിടക്കണുണ്ട്. നമ്മളാരും ചോദിക്കില്ല, അങ്ങനെ അധിക പേരും ചോദിക്കില്ല. ചിലർ ചിലപ്പോൾ ചോദിച്ചേക്കാം, പക്ഷെ അവർ ചോദിക്കട്ടെ ചോദിക്കാതിരിക്കട്ടെ. അതുകൊണ്ട് സാറിനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോളോ അപ്പിലാണ് മണി ഇരിക്കുന്നത്. 80% സെയിൽ നടക്കുന്നത് ഇനീഷ്യൽ കോൺടാക്റ്റിന് ശേഷമാണ്. 5th കോൺടാക്റ്റിലാണ് 80% സെയിൽസ് ഇരിക്കുന്നത്. അപ്പോൾ ഫോളോ അപ്പ് മസ്റ്റായിട്ട് ചെയ്യാം. എങ്ങനെ ഫോളോ അപ്പ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലോ, ഹൗ ആർ യു, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ അല്ല ഫോളോ അപ്പ്. അത് ടെക്നിക്കലി ഫോളോ അപ്പ് ആയിരിക്കും. കുറേ പേരൊക്കെ അത് യൂട്യൂബിൽ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ടത്. നിങ്ങൾ വാല്യൂസ് പ്രൊവൈഡ് ചെയ്യുക. എഗെയിൻ മറ്റേ ചോദ്യം ചോദിക്കുക. അതുകൊണ്ട് ഈ ഗുഡ് മോർണിംഗ് കിട്ടിയതുകൊണ്ട് എനിക്കെന്താണ് ഗുണം? പ്രത്യേകിച്ചൊരു ഗുണമല്ല. കസ്റ്റമറായിട്ടുള്ള എനിക്കൊരു ഗുഡ് മോർണിംഗ് അപ്പുറത്ത് തലക്കേന്ന് കിട്ടി. ചെറിയ ഇൻഫ്ലുവൻസ് ഒക്കെ ഇതുണ്ടാക്കിയേക്കാം, പക്ഷേ നമുക്ക് വാല്യൂ പ്രൊവൈഡ് ചെയ്യാം. പ്രീവിയസ് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുക. നാട്ടിൽ ഇപ്പോൾ CCTVയുടെ കേസാണെങ്കിൽ ആ പരിസരത്ത് കള്ളം കയറൽ കൂടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പത്രത്തിൻ്റെ എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ അതെടുത്ത് ഫോട്ടോ അയച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് അവർക്ക് വാല്യൂ കിട്ടുന്ന സംഗതി. അത് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ ഡാറ്റ കളക്ട് ചെയ്യുക. എന്തുകൊണ്ട് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങി എന്നുള്ള ഡാറ്റ കളക്ട് ചെയ്തിട്ട് പുതിയതായിട്ട് കോൾ ചെയ്യണ കസ്റ്റമറുടെ അടുത്ത് അധിക കസ്റ്റമേഴ്സും ഞങ്ങളെ പ്രിഫർ ചെയ്യാനുള്ള റീസൺ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് അത് ചെയ്യും. അപ്പോൾ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഫോൺ കോളിലൂടെ നിങ്ങൾക്ക് സെയിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.